عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളിവെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ്. നമ്മിലേക്ക് തീർന്ന ആ വിരുന്നുകാരനെ നാം പറഞ്ഞയച്ചെങ്കിലും ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? കുറച്ച് നന്മകളുടെ ഉപദേശം, മെസ്സേജുകൾ നമുക്ക് നൽകിയിരുന്നു. ജീവിതത്തിൽ അത് നിലനിർത്താൻ വേണ്ടി നാം അങ്ങനെ മറന്നാൽ പറ്റുമോ? വീണ്ടും അലസതയിലേക്കും അശ്രദ്ധയിലേക്കും തിരിഞ്ഞോ? ഇല്ല. ഫഇദാ ഫറഗ്ത ഫൻസബ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് വേഗം സജീവമാകൂ. തുടർ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ഇതല്ലേ ഖുർആൻ പറഞ്ഞത്. അലസത പിന്നെ ഇല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ തേടിയ കൂട്ടത്തിൽ കസൽ, മടിയെ തൊട്ട് നിർഭയത്വം, പടച്ചവൻ എന്നെ കാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊക്കെ പാഠമാണ്. നാം എപ്പോഴും സജീവമാകണം. വിശുദ്ധ റമദാൻ എന്ന അതിഥിയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. സൽക്കർമ്മങ്ങളിലും നന്മകളിലും ഇബാദത്തുകളും മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കണം, പാടില്ല. ഇപ്പോഴിതാ വിശുദ്ധ റമദാൻ കഴിഞ്ഞു. മതപഠനശാലകൾ, മദ്രസകൾ നമ്മുടെ രാജ്യത്ത് സജീവമായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മദ്രസകൾ മനോഹരമാക്കാൻ കാലികമായ സംവിധാനങ്ങളോടെ വിദ്യാഭ്യാസ ആവിഷ്കാരങ്ങൾ നടത്താൻ മാനേജ്മെൻറ്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതിൻ്റെ ചർച്ചകളിലൊക്കെയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ അവർ. ഉസ്താദുമാരും നമ്മുടെ മക്കൾക്ക് വെളിച്ചം നൽകാൻ, പ്രകാശം നൽകാൻ, വിജ്ഞാനം നൽകാൻ സജ്ജരായിരിക്കാൻ വലിയ ദൗത്യമാണ് മുഅല്ലിമീങ്ങളും ഉസ്താദുമാരും നടത്തുന്നത്. കാരണം എന്താ? നമ്മുടെ മക്കളുടെ ഇരുലോക ഭാവിക്കാണ് അവർ യത്നിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അൻഫുസക്കും വഅഹ്ലീക്കും നാറ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ, നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നരകത്തിൽ പോകാതിരിക്കാനുള്ള പദ്ധതികൾ നമ്മുടെ സ്വന്തം കാര്യത്തിലും ആവിഷ്കരിക്കണം, കുടുംബത്തിൻ്റെ കാര്യത്തിലും ആവിഷ്കരിക്കണം. കുടുംബത്തിൻ്റെ എങ്ങനെയാണ്? ഇമാം ഖുശൈർ റളിയല്ലാഹു അൻഹു ഈ സൂക്തത്തിൻ്റെ തഫ്സീൽ വിവരിക്കുകയാണ്. അതെ, കുടുംബക്കാർക്ക് അവർക്ക് മതനിയമങ്ങൾ പഠിപ്പിക്കുക, സംസ്കാരം പഠിപ്പിക്കുക, അള്ളാഹുവിന് വഴിപ്പെടുന്നതിലേക്ക് അവരെ നയിക്കുക. അധ്യാപനത്തിലൂടെയും മാർഗദർശനത്തിലൂടെയും പാരത്രിക ശിക്ഷയ്ക്ക് ബന്ധപ്പെട്ടവരാവുന്നതിൽ നിന്ന് തടയുകയും വേണം. നിങ്ങൾ അവർക്ക് മുമ്പാകെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കുക. അങ്ങനെ അവർ നിങ്ങളിൽ നിന്നും അവ പഠിക്കുകയും നിങ്ങളെപ്പോലെ അവരും അവയെല്ലാം പതിവാക്കുകയും ചെയ്യാൻ അവസരം ഉണ്ടാവേണ്ടതുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുക. സ്വഭാവ ശീലങ്ങളൊക്കെ അവർക്ക് പഠിപ്പിക്കണം. ഉപദേശങ്ങൾ സ്വീകരിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും വേണം. അതെ, നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ കുടുംബം, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ ഭാവി നല്ലവരായി തീരാൻ വേണ്ടി. ഇതൊരു ഹരമാണ് കൂട്ടുകാരെ. നമ്മുടെ കൊച്ചുമക്കൾ തലയിൽ തൊപ്പി വെച്ച് മക്കരയും മറ്റും വഴിയോരങ്ങളുടെ മദ്രസയിലേക്ക് പോകുന്നു, കളിച്ചും ചിരിച്ചും രസിച്ചും. കാണുമ്പോൾ തന്നെ നമുക്ക് ഹൃദയത്തിന് വല്ലാത്ത കുളിർമ, ആനന്ദം അല്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഇന്നൽ മലായിക ലതളു അജ്നിതഹാ ലിത്വാലിബിൽ ഇൽമി ലിദം ബിമാ യത്ലബു. അതെ, വിജ്ഞാനം തേടിപ്പോകുന്നവർക്ക് മലായിക്കത്ത്, അല്ലാഹുവിൻ്റെ മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും. എന്തേ? അത് അവർ തേടി അന്വേഷിച്ച് പോകുന്ന ആ പ്രവൃത്തി, വിജ്ഞാനം, അതിനോടുള്ള വാത്സല്യം കൊണ്ടാണ്, താല്പര്യം കൊണ്ടാണ്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുണ്ട്, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ ഉതഖാഇല്ലാഹി മിനന്നാർ ഫൽയൻദുർ ഇലൽ മുതഅല്ലിമീൻ. അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആരെങ്കിലും കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മുതഅല്ലിമിലേക്ക് നോക്കട്ടെ. മുതഅല്ലിം എന്ന് പറഞ്ഞാൽ ഇൽമു പഠിക്കാൻ പോകുന്നവർ. അതെ, മദ്രസയിലെ KG തലം മുതൽ ഉപരിപഠനം, സെക്കൻഡറി ഒക്കെ കഴിഞ്ഞ് ദർസ് പഠനമൊക്കെ നടത്തുന്ന, ഉയർന്ന തലങ്ങളിൽ പഠിക്കുന്ന എല്ലാം ഇൽമു പഠിക്കുകയാണോ, മതവിജ്ഞാനം പഠിക്കുകയാണോ എങ്കിൽ അവരെല്ലാം മുതഅല്ലിമീങ്ങൾ തന്നെയാണ്. നമ്മുടെ ചില മഹത്തുക്കൾ പറയുന്നു നോക്കുക. ഒരു പണ്ഡിതൻ്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ വേണ്ടി ചെന്നിരുന്നു എന്നിരിക്കട്ടെ. ഒന്നും പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും 7 ബഹുമതികൾ ആ ചെല്ലുന്നവർക്ക് കിട്ടുകയാണ്. ഒന്ന്, മുതഅല്ലിമീങ്ങളുടെ പദവിശ്രേഷ്ഠത. രണ്ടാമത്തത്, ഇരിക്കുന്ന സമയം മുഴുവനും തെറ്റുകളിൽ നിന്ന് തടയപ്പെടും. എന്നാലും ഫളൽ മുതഅല്ലിമീൻ
മറ്റൊന്ന് മാതാ മജാലിസെന്തഹു കാന മഹബൂസൻ അനി ദുനൂബി ഖതായ, അവിടെ തെറ്റുകളില്ല. 3 ഇദാ ഖറജ മിൻ മൻസിലിഹി തൻസിലു അലൈഹി റഹ്മ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുകയായി. 4 ഇദാ ജലസ ഇൻദഹു ഫതൻസിലു അലൈഹിം റഹ്മത്തു തുസീബു ബർക്കത്തിഹിം, ആ മജ്ലിസിൽ ഇൽമിൽ മജ്ലിസിൽ ഇരിക്കുമ്പോൾ അവിടെ റഹ്മത്ത് ഇറങ്ങുകയാണ്, ഇവനക്കും ആ റഹ്മത്ത് കിട്ടുകയാണ്. 5 എന്താ നോക്കുക, മാദാമ മുസ്തമയൻ തുക്തബു ലഹുൽ ഹസനത്ത്, അവൻ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴൊക്കെ അവനക്ക് വേണ്ടി നന്മ എഴുതപ്പെടുകയാണ്. 6 തഹഫു അലൈഹിമുൽ മലായികത്തു ബിഅജ്നിഹ ഇല്ലം വഫിഹിം, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മലക്കുകൾ അനുഗ്രഹം കൊണ്ട് അവരെ ചെറുകളെ കൊണ്ട് അവനെ പൊതുകയാണ്. 7 നാം നോക്കുക, കുല്ലു ഖദം യർഫഉ വയളഹു യകൂനു കഫാറത്തൻ ലിദുനൂബ് വറഫഅൻ ലിദറജാത്ത് വസിയാതൻ ഫിൽ, ഓരോ ചവിട്ടടിയും വെക്കുന്നു, ഉയർത്തുന്നു, ഇതെല്ലാം നന്മകൾ അവിടെ രേഖപ്പെടുത്താൻ ദർജ ഉയരുകയാണ്, നന്മകളുടെ വർധനവിന് കാരണമായി തീരുകയാണ്, ദോഷങ്ങൾ പൊറുക്കുകയാണ്. മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ മദ്രസയിലേക്ക് നടന്നു പോകുന്ന നമ്മുടെ കൊച്ചു മിടുക്കന്മാർ, മിടുക്കികൾ, എന്താണ് കൂട്ടുകാരെ അവരുടെ സൗഭാഗ്യം. അമ്മമാരെ, വാപ്പമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, നമ്മുടെ മക്കളെ നാം താലോലിക്കണം, നാം സ്നേഹിക്കണം, നാം ഇഷ്ടപ്പെടണം. എന്നാൽ നമ്മുടെ സ്നേഹവും നമ്മുടെ ഇഷ്ടവും അത് നിറഞ്ഞു നിൽക്കേണ്ടത്, അത് ജ്വലിച്ച് നിൽക്കേണ്ടത് എവിടെയാണെന്നറിയുമോ? തീർച്ചയായിട്ടും അവരുടെ മതവിദ്യാഭ്യാസ നവീകരണം, അതിൻ്റെ പൂർത്തീകരണം അത് വേണ്ടതുപോലെ നാം നൽകുക, നിർവഹിക്കുക എന്നതിലാണ്. ഒരു അനന്തവും വരാൻ പാടില്ല. ഫീസ് കൊടുക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ മതപഠനശാലകളുടെ പുനഃക്രമീകരണങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമ്മിറ്റിയോ ഭാരവാഹികളോ ഒക്കെ എന്തെങ്കിലും നമ്മളോട് നിർദ്ദേശിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക, ഇതിലൊന്നും നാം യാതൊരു അമാന്തവും പാടില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മുൻകഴിഞ്ഞ മഹത്തുക്കൾ, ഇമാമിയങ്ങൾ, സമയത്തിൻ്റെ പരിമിതിയാണ്, മതവിജ്ഞാനം തേടി അവരൊക്കെ ദീർഘദൂര യാത്രകൾ വർഷങ്ങളോളം അവർ മെനക്കെട്ടതും പണിയെടുത്തതും നാം കെട്ടുപോകുമ്പോൾ അത്ഭുതമാണ്. ഒരു ഹദീസ് പഠിക്കാൻ പോലും അനവധി മൈലുകൾ തണ്ടിപ്പോയ എല്ലാം മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മദ്ഹബിന്റെ ഇമാമുൽ പ്രഗൽഭൻ, അല്ലേ, ഇലാ അൻ അദ്ഖുൽ ഖബറ, ഖബറിൽ എത്തുന്നവരെ ഞാൻ ഇൽമു പഠിക്കുമെന്നായിരുന്നു പറഞ്ഞത്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മദ്രസയിൽ കൊണ്ടുപോകാക്കുന്നത്, സുബഹിക്ക് ഉമ്മ പള്ളിയിലേക്ക് ഉമ്മ കൊണ്ടുപോകുന്നതും മോനെ കാത്ത് ഉമ്മ പള്ളിയുടെ സമീപത്ത് നിൽക്കുന്നതുമൊക്കെ ചരിത്രത്തിൽ മനോഹരമായി നിലനിൽക്കുമ്പോൾ, അമ്മമാരെ, വാപ്പമാരെ, നമ്മുടെ മക്കളെ നാം താലോലിക്കേണ്ടത് നല്ല സംസ്കരണത്തിലൂടെയാണ്, വിദ്യാഭ്യാസത്തിലൂടെയാണ്, അറിവിലൂടെയാണ്, ആത്മീയതയിലൂടെയാണ്. അതെ, നല്ല അറിവുകൾ കിട്ടാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാകണം. മക്കൾ നല്ലവരായി വളർന്നു വരണം. കുടുംബങ്ങളിൽ നന്മ വർദ്ധിപ്പിച്ച് നല്ല മക്കളായി വളർന്നു വരാനുള്ള സാഹചര്യം നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ, ഭവനങ്ങളിലും ഉണ്ടാകണം. ഒപ്പം ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലും അവർ SSLC കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, PG ഒക്കെ കഴിഞ്ഞ് വിവിധ മേഖലകളിൽ ഉന്നതന്മാരായി വളർന്നു വരട്ടെ. പക്ഷേ ഏത് മേഖലയിലെത്തിയാലും അല്ലാഹുവാണ് വലുത്, അല്ലാഹുവാണ് വലുത്, അല്ലാഹുവിൻ്റെ ദീനാണ് വലുത്. ആ ബോധമുണ്ടാകണമെങ്കിൽ ആത്മീയ വിദ്യ അത് അനിവാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ്റെ ആദ്യ സൂക്തം തന്നെ ഇഖ്റ, നീ പഠിക്കാൻ തയ്യാറാകൂ, വായിക്കാൻ തയ്യാറാകൂ എന്ന്. എന്തെങ്കിലും വായിക്കാറില്ല, പിന്നെ നിന്നെ സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധത്തിൽ ആത്മയിൽ ഊന്നിയ അറിവ് അത് തന്നെയാണ് നമ്മുടെ വെച്ച. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെ വിജയത്തിന് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മതവിദ്യാഭ്യാസം അനിവാര്യമാണ്. ഇൻഷാ അള്ളാഹ് വരും നാളുകളിൽ നമുക്കൊരുമിച്ചൊന്നായി വിദ്യാഭ്യാസ വൈജ്ഞാനിക മേഖലയിലെ മുന്നേറ്റത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ ഇസ്ലാമികമായ അറിവിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിന് ഒരുമിച്ചൊന്നായി പരിശ്രമിക്കാം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.